ഹൈ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് ഗ്ലൂക്കോമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗ്ലൂക്കോമീറ്റർ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് വളരെയധികം യൂസ്ഫുൾ ഉള്ള പ്രൊഡക്റ്റാണ്. പതിവായി രക്തത്തിലെ ഗ്ലൂക്കോസ് നിരീക്ഷിക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാനും സങ്കീർണതകൾ തടയാനും സഹായകരമാകുന്നു. ഗ്ലൂക്കോമീറ്റർ വാങ്ങുമ്പോൾ ഗ്ലൂക്കോമീറ്റർ മെഷീൻ കിട്ടും, ഒരു സ്ട്രിപ്പ് ബോട്ടിൽ ഉണ്ടാവും, പിന്നെ ഒരു പെന്ന്, പിന്നെ പെന്നിൽ ഉപയോഗിക്കാനുള്ള നീഡിലും ഉണ്ടാവും. പെന്ന് ഊരിക്കഴിഞ്ഞാൽ പെന്നിൻ്റെ ഉള്ളിൽ നീഡിൽ അമർത്തി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ശേഷം ജസ്റ്റ് ഒന്ന് അടയ്ക്കുക. ഇതിൽ കുറച്ച് മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ 1 പോയിൻറ്റ് 2 പോയിൻറ്റ് കാണാനായിട്ട് പറ്റും. ഇത് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എത്ര ആഴത്തിൽ വേണം കുത്താൻ എന്ന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സാധാരണ 3-ലൊക്കെ വെച്ചാൽ മതിയാവും. അത്യാവശ്യം കട്ടിയുള്ള തൊലിയുള്ള ആളാണെങ്കിൽ 4-5-ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. ശേഷം പുറംഭാഗം ജസ്റ്റ് ഒന്ന് വലിക്കുക. അതിന് ലോഡിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നീഡിൽ കയ്യിൽ തറയ്ക്കുന്നത്. ശേഷം സ്ട്രിപ്പ് എടുക്കുക. ഇതിൽ 2 എൻഡ് ഉണ്ട്. ഒരു എൻഡിൽ ബ്ലാക്ക് വൈറ്റ് വരകളൊക്കെ ഉണ്ട്. അതിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത്. സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ബ്ലഡ് ഡ്രോപ്പ് സിഗ്നൽ സ്റ്റാർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതിനെയാണ് മെഷീൻ ആക്റ്റീവ് ആവുക എന്ന് പറയുന്നത്. വിരൽ നന്നായിട്ട് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആവണം. ഇത് ചെയ്തതിന് ശേഷം പെന്നെടുക്കുക. പെന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. കുത്താൻ അനുയോജ്യമായിട്ടുള്ള ഫിംഗർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് ഫിംഗറോ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറോ ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ കുത്തുന്നതാണ് നല്ലത്. റൈറ്റ് ഹാൻഡിലാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ബ്ലഡ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. 5 സെക്കൻഡിനുള്ളിൽ റിസൾട്ട് വരും. ചെക്ക് ചെയ്യുന്ന ടൈമിംഗ് രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് സമയത്ത് നോക്കാം, രാവിലെ എണീറ്റാൽ നോക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കാം, രാത്രി ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നോക്കാം.